ഹായ് ഗൈസ്, അബീസ് പ്രോട്ടോകോൾ എന്ന് പറയുന്ന ഈ ഒരു പ്രോജക്റ്റ് അവരുടെ സീസൺ 1 ടെസ്റ്റ് നെറ്റ് എയർ ഡ്രോപ്പ് പ്രോഗ്രാം അനൗൺസ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു എയർ ഡ്രോപ്പ് പ്രോഗ്രാമിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. സോ ഈ ഒരു എയർ ഡ്രോപ്പിൽ ഫോളോവേഴ്സ് 7000 സംതിങ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ ഏർലി സ്റ്റേജിലാണ് നമ്മൾ ഈ ഒരു എയർ ഡ്രോപ്പിനെ പരിചയപ്പെട്ടിട്ടുള്ളത്. സോ ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ ഏർണിങ്സ് ഉണ്ടാക്കാനുള്ള ഒരു അവസരമായിട്ട് കണക്കാക്കി മാക്സിമം പോയിൻറ്റ്സ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ നിങ്ങൾ സ്മാർട്ട് ഫോണാണ് ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു എയർ ഡ്രോപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് വേണ്ടി കിവി ബ്രൗസർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. സോ എല്ലാവരും പ്ലേ സ്റ്റോറിൽ നിന്ന് അത് ഇൻസ്റ്റാൾ ചെയ്യാം. സോ എങ്ങനെ ഈ ഒരു എയർ ഡ്രോപ്പ് പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി എൻ്റെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം. ഈ ഒരു എയർ ഡ്രോപ്പ് പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് നെറ്റ് ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ എൻ്റെ ടെലഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും എൻ്റർ ചെയ്യാവുന്നതാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണിക്കുക. നിങ്ങളുടെ ട്വിറ്ററുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് സിമ്പിളായിട്ട് തന്നെ ഇതിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. സോ അതിനുവേണ്ടി കണ്ടിന്യൂ വിത്ത് ട്വിറ്റർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. തുറന്നു വരുന്ന വിൻഡോയിൽ ഓതറൈസ് ആപ്പ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. തുടർന്ന് വരുന്ന വിൻഡോയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റെഫറൽ കോഡ് ടൈപ്പ് ചെയ്യാനുള്ള ഒരു ഭാഗം വന്നിട്ടുണ്ടാകും. എൻ്റെ റെഫറൽ ലിങ്ക് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് റെഫറൽ കോഡ് അവിടെ ഫില്ലാവുന്നതാണ്. അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ റെഫറൽ കോഡ് കൊടുക്കുന്നുണ്ട്. അവിടെ നിന്ന് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുക. നിർബന്ധമായിട്ട് ഇത് ചെയ്യുക. എന്നാലാണ് റെഫറൽ കോഡ് യൂസ് ചെയ്തതിനുള്ള പോയിൻറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ശേഷം കണ്ടിന്യൂ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. അക്കൗണ്ട് ക്രിയേഷൻ ഇതോടുകൂടെ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. വെബ്സൈറ്റിൻ്റെ താഴോട്ട് വരുമ്പോൾ ടോട്ടൽ പോയിൻറ്റ്സ് എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് 30 എന്ന് കാണാൻ പറ്റും. ഈ ഒരു പോയിൻറ്റ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് എയർ ഡ്രോപ്പ് ലഭിക്കാൻ പോകുന്നത്. താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ എയർ ഡ്രോപ്പ് ചെക്ക് ലിസ്റ്റ് ട്വിറ്റർ അക്കൗണ്ടുമായിട്ട് കണക്ട് ആയത് കാണാൻ പറ്റും. അതുപോലെ തന്നെ തൊട്ട് താഴെയായിട്ട് നിങ്ങളുടെ റെഫറൽ ലിങ്കും റെഫറൽ കോഡും കാണാൻ സാധിക്കും. അതുവഴി നിങ്ങൾക്ക് ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്ത് കൂടുതൽ പോയിൻറ്റ്സ് കളക്ട് ചെയ്യാം. അതിന് തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് ടെസ്റ്റ്നെറ്റ് വാലറ്റ് കണക്ട് ചെയ്യാനുണ്ടാവും. അത് തീർച്ചയായിട്ടും ആ വാലറ്റ് കണക്ട് ചെയ്യുക. അതിനുശേഷം മുകളിലുള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡാഷ്ബോർഡിൻ്റെ തൊട്ട് താഴെയായിട്ട് സോഷ്യൽ ടാസ്ക് എന്ന് കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ കുറച്ച് സോഷ്യൽ ടാസ്കുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്നാമത്തേത് ട്വിറ്റർ അക്കൗണ്ടുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ്. അത് ഓൾറെഡി നമ്മൾ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുപോലെ അവരുടെ ട്വിറ്റർ പേജിൽ ഫോളോ ചെയ്യാൻ, നോട്ടിഫിക്കേഷൻ ബാർ ഇനേബിൾ ചെയ്യാൻ, അതുപോലെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ, അതുപോലെ ടെലഗ്രാം അനൗൺസ്മെൻറ്റ് ഗ്രൂപ്പ് ജോയിൻ ചെയ്യാൻ, അതുപോലെ തന്നെ ഇമെയിലുമായിട്ട് കണക്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും, അതുപോലെ സോഷ്യൽ മീഡിയ ടാസ്കുകളാണ് ഇതിൽ തന്നിട്ടുള്ളത്. ഈ ടാസ്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നതിന് പോയിൻറ്റ്സും കളക്ട് ചെയ്യാവുന്നതാണ്. സോ ഇതിലുള്ള ഓൺ ടൈം ടാസ്കുകളൊക്കെ തന്നെ ഞാനിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ ടാസ്കിൽ അവർ ലോങ് ടൈം ടാസ്ക് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ആ ദിവസവും പുതിയ പുതിയ ടാസ്കുകൾ ഇതിൽ വന്നുകൊണ്ടേയിരിക്കും. ഒരു ട്വിറ്ററിൽ പിൻ ചെയ്ത് വെച്ച പോസ്റ്റിന് ലൈക്കും കമൻറ്റും അതുപോലെ തന്നെ റീട്വീറ്റും ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ്. അതുപോലെ പ്രൊജക്റ്റിനെ കുറിച്ച് ഒരു ട്വീറ്റ് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. അതിന് എന്തൊക്കെ ചെയ്യേണ്ടത് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അവരെ ടാഗ് ചെയ്യാനും അതുപോലെ അവരുടെ ടോക്കൺ ആഡ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. സോ അതുപോലെ തന്നെ അബീസ് എന്ന് നമ്മുടെ ട്വിറ്റർ നെയിമിൽ ആഡ് ചെയ്യാനും, അതുപോലെ തന്നെ ട്വിറ്റർ നെയിമിൽ ഈ ഒരു ഐക്കൺ ആഡ് ചെയ്യുന്നതിനും, അതുപോലെ തന്നെ നമ്മുടെ ട്വിറ്റർ ബയോയിൽ അവരെ ടാഗ് ചെയ്യുന്നതിനും ചെറിയൊരു എമൗണ്ട് ഓഫ് പോയിൻറ്റ്സ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ശേഷം മുകളിലുള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് താഴെയായിട്ട് ഓൺ ചെയിൻ ടാസ്ക്സ് എന്ന് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ തന്നായിട്ട് കാണിക്കുന്നുണ്ട്. അതിലൊന്നാമത്തത് അവരുടെ ടെസ്റ്റ് നെറ്റ് മെറ്റാമാസ്കിൽ ആഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ മെറ്റാമാസ്കുമായിട്ടാണ് നിങ്ങൾ ഓൾറെഡി വാലറ്റ് കണക്ട് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ടെസ്റ്റ് നെറ്റ് അതിൽ ആഡ് ആയിട്ടുണ്ടാവും. സോ കണക്ട് എന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏത് വാലറ്റാണ് ചൂസ് ചെയ്യുന്നത് എന്ന് ചോദിക്കും. സോ മെറ്റാമാസ്കാണ് ഞാൻ കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. സോ മെറ്റാമാസ്ക് ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. ഇവിടെ നെക്സ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കൺഫേം കൊടുക്കുക. സോ ഇവിടെ അവരുടെ ടെസ്റ്റ് നെറ്റുമായിട്ട് കണക്റ്റ് ആയിട്ടുണ്ടാവും. അതിനുശേഷം വെബ്സൈറ്റിലേക്ക് തന്നെ തിരിച്ചു വരിക. അവരുടെ ടെസ്റ്റ് നെറ്റ് കോയിൻസ് ഫൗസെറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനാണ്. സോ അതിന് ഇവിടെ ക്ലെയിം എന്നുള്ള ഭാഗം കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്യുക. ശേഷം വരുന്ന വിൻഡോയിൽ ഫൗസെറ്റ് എന്നുള്ള ഭാഗം കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ടെസ്റ്റ് നെറ്റിൻ്റെ വാലറ്റ് അഡ്രസ്സ് ഇവിടെ കൊടുക്കണം. സോ അതിനായിട്ട് വാലറ്റ് ഓപ്പൺ ചെയ്യുക. ഇവിടെ അവരുടെ ടെസ്റ്റ് നെറ്റിൻ്റെ നെറ്റ്വർക്കുമായിട്ട് ഓൾറെഡി കണക്റ്റ് ആയിട്ടുണ്ടാവും. ഇവിടെ നിന്ന് നമുക്ക് വാലറ്റ് അഡ്രസ്സ് കോപ്പി ചെയ്താൽ മാത്രം മതിയാവും.
അതിനുശേഷം വാലറ്റ് അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് ചെയ്യാം, എന്നിട്ട് റിക്വസ്റ്റ് കൊടുക്കുക. സോ ഇവിടെ ഫെയിലാണ് കാണിക്കുന്നത്, കാരണം ഞാൻ ഓൾറെഡി ഈ ഒരു ഫൗസെറ്റ് ക്ലെയിം ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ ക്ലെയിം ചെയ്യുമ്പോൾ 0.01 ETH നിങ്ങളുടെ വാലറ്റിലേക്ക് വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതോടെ ഫൗസെറ്റ് ക്ലെയിം ചെയ്യുന്ന ടാസ്ക് കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. സോ ലഭിച്ച ETH അബീസ് ETHയിലേക്ക് ബ്രിഡ്ജ് ചെയ്യാനാണ് അടുത്തായിട്ട് പറയുന്നത്. അതിനുവേണ്ടി ഇവിടെ ബ്രിഡ്ജ് എന്ന് കാണാൻ പറ്റും, അവിടെ ക്ലിക്ക് ചെയ്യാം. സോ ഇവിടെ ബ്രിഡ്ജ് ചെയ്യാനുള്ള വിൻഡോ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ടാവും. സോ അബി ടെസ്റ്റ്നെറ്റിൽ നിങ്ങൾക്ക് എത്ര ബാലൻസ് ഉണ്ട്, അതുപോലെ തന്നെ സിപ്പോലിയ എന്ന ETHൻ്റെ ടെസ്റ്റ്നെറ്റ് ടോക്കൺ എത്രത്തോളം ഉണ്ടെന്ന് കാണിക്കുന്നുണ്ടാവും. സോ നിങ്ങൾ എത്ര എമൗണ്ടാണ് ബ്രിഡ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു എമൗണ്ട് എന്നുള്ള ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സോ ഞാൻ 0.0001 ആണ് ബ്രിഡ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ട്രാൻസ്ഫർ ടോക്കൺ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം വാലറ്റിലേക്ക് വരിക, അവിടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാകും, അത് കൺഫേം കൊടുക്കുക. സോ ഇതോടെ ബ്രിഡ്ജിൻ്റെ ടാസ്കും കംപ്ലീറ്റ് ആവുന്നതാണ്. അതുപോലെ അബീസിൻ്റെ ടെസ്റ്റ്നെറ്റ് ടോക്കൺ 5 ഡിഫറെൻറ്റ് വാലറ്റിലേക്ക് സെൻഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നിങ്ങളുടെ 5 ഫ്രണ്ട്സിൻ്റെ ഡിഫറെൻറ്റ് വാലറ്റിലേക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ഓൺ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത 5 മെറ്റാമാസ്ക് വാലറ്റിലേക്കോ നിങ്ങളിത് സെൻഡ് ചെയ്ത് കൊടുക്കുക. സോ ഈ ലിസ്റ്റിലെ അവസാനത്തെ ടാസ്ക് ഞാൻ പിന്നീട് കാണിച്ചു തരാം. അത് ഒരു ലോങ് പ്രോസസ്സാണ്. അബി ടെസ്റ്റ്നെറ്റിൽ ഇത്രയും ടാസ്കുകളാണ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. സോ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.